ഹലോ, വെൽക്കം ടു ബ്യൂട്ടി സ്റ്റോറീസ്. അങ്ങനെ ഞങ്ങള് ഇന്ന് സർക്കസ് കാണാൻ പോവാണ്. ബിഗ് കിഡ് സർക്കസ് ആൾബ്രോത്തിലാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂറുണ്ട് സമയം. ഈ ഒച്ച ഒന്ന് കുറച്ചിട്ടുണ്ട്, അപ്പൊ നന്നായിട്ട് കേൾക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഒരു അരമണിക്കൂറുണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന്. അപ്പൊ ഇത് പറഞ്ഞതിന്റെ കൂടെ ഞങ്ങൾ ഞങ്ങളുടെ പുതിയ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ഞങ്ങൾ പുതിയ കാറ് മേടിച്ചു. പുതിയ കാറല്ല, പഴയ കാർ ഞങ്ങൾ പുതിയതായിട്ട് മേടിച്ചു. അങ്ങനെ അതിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. പിള്ളേർ രണ്ടുപേരും പുറകിലിരിക്കുന്നുണ്ട്. രണ്ടുപേരും സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. മാമോൾ ആപ്പിളൊക്കെ തിന്നോണ്ടിരിക്കുന്നു, കഴിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ലാംഗ്വേജ് യൂസ് ചെയ്തതാണ്. പിന്നെ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞങ്ങൾ ആരും ഇതൊരു സർക്കസ് കണ്ടിട്ടില്ല, അതുകൊണ്ട് എല്ലാരും ഇങ്ങനെ എന്താ പറയാ എക്സൈറ്റഡ് ആണ്. എല്ലാരും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തായാലും കാണാൻ പോകാൻ വേണ്ടിട്ട്. അപ്പം ചെന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. വേണ്ടിട്ട് ചെറുതായിട്ട് മഴയെല്ലാം പൊടിക്കുന്നുണ്ട്. അങ്ങനെ മരത്തിന്റെ അടിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നതെന്നൊക്കെ ഇമാമോള് പറയുന്നുണ്ട്. ഇസാമോളും ഇമാമോളും കാർ സീറ്റിൽ ഇങ്ങനെ പതുക്കെ അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. രണ്ടുപേരും മിടുക്കി പിള്ളേരായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പുറകില്. നമ്മള് കൊടുക്കുവാ ഇസാമോക്ക്? ആണോ? എന്താടോ ഇസാമോള് കരഞ്ഞ കാരണം ഇമാമോള് അവളുടെ ഒരു ബ്ലോക്ക് അവളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. സമോൾ എവിടെ? ബ്ലോക്ക് പോയ അമ്മ എടുത്തുതരാം. താൻ അത് കൊടുത്തോ? വേറെ സമോളെ മേടിച്ചോടി. അവളെന്ത് ചെയ്യാ മോനെ? സമോളെ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുന്നില്ല. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്നതാണോ ചെയ്യുന്നത്? അയ്യോ, ക്യാച്ച് ചെയ്തത് താഴെ പോകത്തില്ലേ? ഇനി അങ്ങനെ എടുക്കും. ഇപ്പൊ നമ്മള് ഇവിടെ എത്തി, ടിക്കറ്റ് ഒക്കെ എടുത്തു. ഇവിടെ അഡൾട്ട്സിന് 17 പൗണ്ടും പിള്ളേർക്ക് എത്ര 12 പൗണ്ട് അല്ലേ? 12 പൗണ്ട്. ഇത് മറ്റേ എന്ത് സീറ്റാണ്? 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. സൈഡ് സീറ്റും ഉണ്ട്, അതുപോലെ മിഡിലോ ഫ്രണ്ട് സീറ്റും ഉണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും കാണാൻ വന്നത്. ഞങ്ങൾ ആരും കണ്ടിട്ടുമില്ല, അതുകൊണ്ട് എന്തായാലും നല്ല ഒരു ടിക്കറ്റ് എടുത്ത് ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കാണാമെന്ന് ഓർത്തു. അവിടുന്ന് കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എൻട്രി എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നപ്പം പോപ്കോൺ കൗണ്ടർ കണ്ടു. അപ്പം പിന്നെ പോപ്കോൺ മേടിക്കാമെന്ന് പറഞ്ഞാൽ അപ്പയും മോളും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. നല്ല രസമൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ പേടിക്കുമോ എന്നൊരു ചെറിയ പേടിയുണ്ട്, അറിയത്തില്ല. എൻ്റെ നല്ല ഇരുട്ടൊക്കെയാണ്. അല്ല, ഞങ്ങളിവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ, ഇതിൻ്റെ തൊട്ടടുത്തായിരിക്കുന്നത്. ഇവിടെ സൈഡിലതെ ഫേസ് പെയിന്റിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ പിള്ളേരും ഒക്കെ ഉണ്ട്. എല്ലാവരും കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. നമ്മൾ എന്ത് കഴിക്കുക? പോപ്കോണാ? എന്ത് കാണാൻ വന്ന ഏതാണ്? സർക്കസ് കാണാൻ വന്നതാണോ? കാണാൻ വരുന്നോ? സാമോൾ ഇവിടെ ഉണ്ട്, കയ്യിലുണ്ട്. ഞങ്ങള് സർക്കസ് കാണാൻ വേണ്ടി 2ാമത്തെ സീറ്റിൽ തന്നെ കയറിയിരിക്കുക. നന്നായിട്ട് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അടിപൊളിയാണല്ലോ.
ഞങ്ങൾ തറലി എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് സർക്കസ് കാണുന്നില്ല, അതിനകത്തുനിന്ന് പോയില്ലേ ലേസർ ലൈറ്റും ആ ഒച്ചയും പിന്നെ ക്ലൗൺസും എന്താ പിന്നെ പറഞ്ഞക്കിണറൊക്കെ ഉണ്ടായിരുന്നു. എന്താ ഇവിടുന്ന് പറയുന്നത്, ഡെത്ത് ഓഫ് ദ ഗ്ലോബോ അല്ലെ, ഗ്ലോബ് ഓഫ് ഡെത്ത്. ഗ്ലോബ് ഓഫ് ഡെത്ത്. അതെന്താ ഇത് സൂപ്പറായിരുന്നു, നല്ല രസം. ഞാനും അച്ഛൻ ശരിക്കും എൻജോയ് ചെയ്തു. പക്ഷെ ഇമാമോള് കേറിയപ്പോൾ മുതലേ മുഖം എന്ന് വെച്ചായിരുന്നത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒട്ടും അവസാനം അത്ര ഒച്ചയുടെ ഇടയ്ക്ക് വരെ അവൾ കിടന്ന് ഉറങ്ങിപ്പോയി. ഇസാമോളെ ഇടയ്ക്ക് ഇങ്ങനെ കൈയൊക്കെ കൊട്ടി പിന്നെ ആ ലൈറ്റ് എല്ലാം നോക്കി ഇങ്ങനെ നല്ല സന്തോഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവളും അവസാനമായപ്പോൾ ഉറങ്ങിപ്പോയി. മൊത്തത്തിൽ ആ കാശിനുള്ള സാധനം ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇത് കണ്ട് എൻജോയ് ചെയ്തെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.